ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന ഒരു കമൻറ്റുകളാണ്. ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വരും. നമ്മൾ വലിയ രാജാവാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത് എല്ലാവരും. പിന്നെ ഞാൻ കസ്റ്റമറെ പറ്റിച്ചു, അതായത് കസ്റ്റമറെ ഞാൻ പറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കുറേ കമൻറ്റ് അങ്ങനെ വരുന്നുണ്ട്. കസ്റ്റമറെ എങ്ങനെ പറ്റിക്കുന്നത്? ഇത് ഈ കോസ്റ്റ് കണ്ടിട്ടാണോ? ഇത്രയും കോസ്റ്റ് ശരിക്കും വയറിങ്ങിൽ എങ്ങനെ ഒരു ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുന്നു, എത്രയോ പൈസ ചിലവാക്കുന്നു. ഈ വയറിംഗ് വർക്കൊക്കെ പറഞ്ഞാൽ ലൈഫ് ലോങ് വേണ്ട സംഭവമാണ്. അപ്പോൾ അതിലെങ്ങനെ പറ്റിക്കുന്നു? നിങ്ങൾക്ക് ഒരു സ്വിച്ച് ലൈറ്റ് കത്തണം എന്നുണ്ടെങ്കിൽ ഒരു വയർ ജോയിൻ്റ് ചെയ്തും പിരിച്ചിട്ടൊക്കെ കൊണ്ടായാലും ലൈറ്റ് കത്തും. പക്ഷേ അത് ലൈഫ് ലോങ് അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ കമൻ്റ് ഇടുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, ഞാൻ വലിയ ആളൊന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങളെക്കാളിലും താന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ 5 വർഷത്തിന് മേലായി. ആ യൂട്യൂബിൽ പോയിട്ട് ഏറ്റവും അവസാനത്തെ വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്ത് വന്നാൽ അറിയാൻ പറ്റും ഞാൻ പഠിച്ച് വന്ന ആളാണ്. ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ എത്തി. ഇനി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ എവിടെ എത്തിയിട്ടില്ല, ഞാൻ എത്താൻ പോകുന്നുള്ളൂ. ഓരോരുത്തർ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ ചിലപ്പോൾ മുൻകൂട്ടി ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, അവർ ബ്ലോഗ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ പാർട്ടിയെ പറ്റിക്കുക അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് പാർട്ടിയെ പറ്റിക്കുക. നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ എടുക്കുന്ന വർക്കാണ്. എനിക്ക് എത്രയോ നഷ്ടം വരുന്നത്, നമ്മൾ അത്രയും നന്നാക്കാൻ പറ്റുന്നോ അത്രയും നന്നാക്കിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതന്നെയാണ് എല്ലാവരെയും വിജയം. എല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ കുറച്ച് പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ മെറ്റൽ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കീഴിൽ ഏകദേശം ഒരു 8ഓളം പേര് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് സ്ഥിരം വർക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതല്ല എൻ്റെ വിജയം. അല്ലാതെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് വർക്കോ കാര്യങ്ങളൊന്നും ഞാൻ പിടിക്കുന്നില്ല. എന്തായാലും സപ്പോർട്ട് ചെയ്യാം. ബൈ.